ദൈവ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ വീണ്ടും ദൈവം നമുക്ക് ഒരവസരം കൂടി നൽകിയ അവൻ കൃപയ്ക്കായിട്ട് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ 8-ാം തീയതി അതേ പ്രഭാതം കണ്ട് എഴുന്നേൽക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. കഴിഞ്ഞ രാത്രികാലം നല്ല സുഖനിദ്ര ദൈവമായ കർത്താവ് നമുക്ക് നൽകി. അനേകർ ഈ പ്രഭാതം കണ്ട് എഴുന്നേൽക്കുവാൻ കഴിയാതെ ആയിരുന്നപ്പോൾ, അനേക രാത്രികാലം മൺമറഞ്ഞു പോയപ്പോൾ സർവശക്തനായ ദൈവം നമുക്ക് ആരോഗ്യവും ബലവും ജീവനും നൽകി വീണ്ടും ഒരു പ്രഭാതം കാണുവാൻ ഇടയാക്കിയല്ലോ. ഈ പ്രഭാതത്തിൽ ഏവരെയും പ്രഭാത മന്നയിലേക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. അല്പസമയ ചിന്തയ്ക്ക് വേണ്ടി വായിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദവാക്യം വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യമാണ്. അത് ഇപ്രകാരം വായിക്കുന്നു: സിംഹാസനത്തിൻ്റെ ചുറ്റിലും 24 സിംഹാസനം, വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ, അവരുടെ തലയിൽ പൊൻ കിരീടം. തലക്കെട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് സിംഹാസനത്തിൻ്റെ മുറി. സിംഹാസനത്തിൻ്റെ മുറി. സ്തോത്രം. ഇവിടെ 24 മൂപ്പന്മാർ, അവരുടെ തലയിൽ പൊൻകിരീടവുമാണ്. അതിൻ്റെ 5-ാം വാക്യം വായിക്കുന്നു: സിംഹാസനത്തിൽ നിന്ന് മിന്നലും നാദവും ഇടിമുഴക്കവും പുറപ്പെടുന്നു. ദൈവത്തിൻ്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിൻ്റെ മുമ്പിൽ ജ്വലിച്ചുകൊണ്ട് ഇരുന്നു. സ്തോത്രം. ഇവിടെ 24 മൂപ്പന്മാരെ നമുക്ക് കാണുവാൻ ഇടയാകുന്നുണ്ട്. സ്തോത്രം. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 11-ാം അധ്യായം 16-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ദൈവസന്നിധിയിൽ സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാരും കവിഞ്ഞു വീണ് ദൈവത്തെ നമസ്കരിച്ച് പറഞ്ഞത്. ഈ 24 മൂപ്പന്മാരും കവിഞ്ഞു വീണ് ദൈവത്തെ നമസ്കരിക്കുവാൻ ഇടയായിത്തീർന്നു. നാം ആരെയാണ് നമസ്കരിക്കേണ്ടത്? നാം ആരെയാണ് ആരാധിക്കേണ്ടത്? നാം ആരെയാണ് സേവിക്കേണ്ടത്? വെളിപ്പാട് പുസ്തകം അതിൻ്റെ 14-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്: വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും ആയവരോട് അറിയിപ്പാൻ അവൻ്റെ പക്കൽ ഒരു നിത്യ സുവിശേഷം ഉണ്ടായിരുന്നു. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ, അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവനെ നമസ്കരിപ്പിൻ എന്ന് ആ ദൂതൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ട് ഇരുന്നു. നാം ആരെയാണ് ആരാധിക്കേണ്ടത്? ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും നീരുറവകളെയും ഉണ്ടാക്കിയ ദൈവത്തെ, സൃഷ്ടാവായ ദൈവത്തെ, സർവശക്തനായ ദൈവത്തെ, നമ്മെ നിർത്തമായിരിക്കുന്ന, നമുക്ക് ജീവനും ശ്വാസവും നൽകിയിരിക്കുന്ന നമ്മുടെ സൃഷ്ടാവായ ദൈവത്തെ നാം ആരാധിക്കുവാൻ ഇടയാകണം. സ്തോത്രം. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്: 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ മുമ്പിൽ വീണു, എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിക്കുവാൻ
ഇടയായി തീരും. സ്തോത്രം. ദൈവത്തെ ആർക്കും ആമേൻ സൃഷ്ടിക്കുവാൻ കഴിയുകയില്ല. ആമേൻ സ്തോത്രം. ദൈവം സ്തോത്രം ആമേൻ സൃഷ്ടാവാണ്, ആദ്യനും അന്ത്യനുമാണ്. സ്തോത്രം. ആമേൻ ആ ദൈവത്തിന് സകല മഹത്വവും നാം കൊടുക്കുവാൻ ഇടയാകണം. ആ ദൈവത്തെ മാത്രമേ നാം ആരാധിക്കുവാൻ ഇടയാകുള്ളൂ. സ്തോത്രം. അതേ മത്തായി 19:28 ഇപ്രകാരം വായിക്കുന്നുണ്ട്. യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുകരിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജനനത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം 12നും ന്യായം വിധിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അതെ, കർത്താവായ യേശു ക്രിസ്തുവിനെ ആരൊക്കെ പിൻപറ്റുന്നുവോ, കർത്താവായ യേശു ക്രിസ്തുവിനെ ആരൊക്കെ രക്ഷിതാവായി സ്വീകരിച്ചുവോ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനകൾ സ്തോത്രം ഉപദേശങ്ങൾ ആരൊക്കെ അനുസരിക്കുന്നുവോ അവർക്ക് ഈ ഭാഗ്യാവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ ഇടയായിത്തീരും. ഇപ്രകാരം ഈ ഭാഗ്യാവസ്ഥയിലേക്ക് ആരെങ്കിലും കടന്നു വന്നില്ല എങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നമുക്ക് ജീവിക്കാം. അതിനായിട്ട് സർവശക്തനായ ദൈവം ഏവരെയും സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വചനം കേട്ട എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരും നശിച്ചു പോകാതെ ഏവരും അങ്ങയിലേക്ക് നോക്കി നിത്യരക്ഷ നിത്യജീവൻ പ്രാപിക്കുവാൻ അങ്ങ് സഹായിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുണ്ടാക്കിയ ദൈവത്തെ ആരാധിക്കുവാൻ ഏവരെയും സഹായിക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. സർവശക്തനായ ദൈവം ഏവരെയും സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു നല്ല ദിവസം നേരുന്നു. ആമേൻ.